ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. സുബഹിക്ക് എണീറ്റപ്പം നല്ല മഴയാണ്. ഇതുവരെ ഇങ്ങനെ ചാറ് ചാറ് നിൽക്കുകയാണ് കേട്ടോ. പാത്തുവിന് ഇന്ന് നബിദിന പരിപാടിയാണ് പള്ളിയിൽ കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടിക്കും പോയി ചേർന്നിട്ടുമുണ്ട്. അപ്പോൾ രാവിലെ 7:45 ആകുമ്പോഴത്തേക്ക് കൊണ്ടാക്കണം. വാപ്പുമ്മ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പുമ്മ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ അപ്പം ഇന്നത്തേക്ക് വീഡിയോ അങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ്. നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല മഴയും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെയൊക്കെ ആയപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ചാറി നിൽക്കുന്നുണ്ട്, പക്ഷെ നല്ല മഞ്ഞുണ്ടായിരുന്നു രാവിലെയൊക്കെ. അപ്പം നല്ല മഴയായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും പോകുന്ന സമയമൊക്കെ ആയപ്പോൾ, അതായത് മദ്രസയിൽ പോകുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും മഴയൊന്ന് കുറഞ്ഞ് നിൽക്കുന്നതായിരുന്നു. ഇല്ലെങ്കിൽ ഇത് മൊത്തം കുറവായി, എന്നെ നനഞ്ഞേ പോകാൻ പറ്റത്തുള്ളായിരുന്നേ. അപ്പോൾ എന്തായാലും പാത്തുക്കുട്ടി ഇനി കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങോട്ട് കയറി വരും കേട്ടോ. വന്ന് വീട്ടിലെ ഒരുവിധം ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ടേ പിന്നെ എനിക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെയല്ലേ 7:45 ആകുമ്പോഴത്തേക്ക് പോയി അവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. വാപ്പുമ്മ ഇന്നലെയാണ് പോയത് കേട്ടോ. ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ അതെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ ഹൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യണം കേട്ടോ. ആഴ്ചയിൽ 3 പ്രാവശ്യം നമുക്ക് ഹൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. ഇന്നലെ മിക്സി കേടായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് വലിയ പാടാണ്. രാവിലെ തന്നെ എണീറ്റപ്പോൾ മാവ് നമ്മൾ തലേന്ന് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അരയ്ക്കാൻ നോക്കിയപ്പോഴത്തേക്കും മിക്സി ഇതാ അടക്കുന്നു, ഒന്നും വർക്കാവുന്നില്ല. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടി ഇരുന്നത് കൊണ്ട് ഭാഗ്യം പെട്ടെന്ന് തന്നെ അതേ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ തിളപ്പിച്ച്. ഇതിപ്പം സുബഹിക്ക് ഞാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി കേട്ടോ. മോൾക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ടല്ലേ കൊണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവൾക്ക് കാപ്പിയൊക്കെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിരുത്തിയിട്ടാണ് അടുക്കളയിലോട്ട് വന്നത് കേട്ടോ. ഒന്ന് ഖുർആനൊക്കെ ഓതി നോക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതേ. മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു കട്ടനൊക്കെ രാവിലെ അങ്ങോട്ട് ഇട്ട് കുടിച്ചു. മഴയായാലും എന്തോ ഒരു ഭാഗ്യത്തിന് അടുപ്പ് കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ പ്രശ്നമൊന്നും എൻ്റെ അടുത്ത് എടുത്തില്ല, പെട്ടെന്ന് തന്നെ അടുപ്പൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ മാവൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സേവനാഴിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ കറക്കിയെടുക്കാൻ കുറേ സമയം ഞാൻ മെനക്കെട്ടിട്ടാണ് അങ്ങനെ ഒന്ന് അടച്ച് കിട്ടിയത്. ഇച്ചിരി പാടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, അതിൻ്റെ പിരി തിരിഞ്ഞു പോയതാണോ എന്നും എനിക്കറിയത്തില്ല, അങ്ങനെ വരുമല്ലോ. അപ്പോൾ വലിയ പാടായിരുന്നു. കുറേ സമയം അതിൻ്റെ പുറകെ നടന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയായാണ്. നല്ല തിളച്ച മാവാണ് കേട്ടോ. നല്ല ചൂട് പോകുന്ന കണ്ടില്ലേ, നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് അപ്പോഴത്തന്നെ ഞാനിങ്ങനെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇടിയപ്പവും പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിക്കറിയും കൂടെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്ലാനും ഇല്ലാതെ ഉണ്ടാക്കിയ കാപ്പി ആയതുകൊണ്ടേ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. സാധാരണ നമ്മൾ ദോശയും അപ്പമൊക്കെ ഞാൻ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണല്ലോ, പെട്ടെന്ന് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. പിന്നെ ഇച്ചിരി ചമ്മന്തി അങ്ങാണ് അരച്ചെടുത്താൽ മതിയല്ലോ. സാമ്പാറിന് പച്ചക്കറി ഇരിപ്പുണ്ട്, പിന്നെ ഞാൻ അതൊന്നും ചെയ്തില്ല. പെട്ടെന്ന് അങ്ങ് ഓരോന്ന് ഒതുക്കി വെക്കുവാണേ. അപ്പോൾ അനിയത്തിയും കൂടെ എൻ്റെ കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കുക, കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി തരാൻ വേണ്ടിയിട്ട്, അതുപോലെ ഉള്ളി അരിയാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവളാണ് എനിക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നത്. എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ. നേരം വെളുത്ത് ഞാൻ എൻ്റെ മുഖം അങ്ങനെ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, എനിക്കാണെങ്കിൽ പ്രാന്തെടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് കേട്ടോ. കാരണം മിക്സി പെട്ടെന്ന് കേടായി, എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. കാപ്പി പെട്ടെന്ന് ആവും എന്നൊക്കെ വിചാരിച്ച് വെപ്രാളപ്പെട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവളെനിക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ദേ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇടിയപ്പം പീച്ചി എടുത്തിട്ടുണ്ടായിരുന്നു, അതും അങ്ങ് വെച്ച് കൊടുത്തത്, അടച്ചങ്ങ് വെച്ച് കൊടുത്തത്. നമ്മൾ ഇടിയപ്പം അവിടെ നിന്ന് അങ്ങ് സെറ്റായിക്കോളും. കണ്ടില്ലേ, നല്ലതുപോലെ തീയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരുവിധം നേരമൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ മഴ നല്ലതുപോലെ ഉണ്ട്, കണ്ടില്ലേ, മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നല്ലതുപോലെ ആയിരുന്നു കേട്ടോ. ഞാൻ സുബഹിക്ക് എണീറ്റപ്പോൾ എനിക്ക് തോന്നി ഇന്നൊന്നും തോരത്തില്ലായിരിക്കുമെന്ന്. പിന്നെ ഈ സമയമായപ്പോൾ ഇങ്ങനെ ചാറ്റലാണോ എന്ന് വെച്ചാൽ ചാറ്റലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ലതുപോലെ അങ്ങ് ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നബിദിനം ഓണം എല്ലാം വെള്ളത്തിലായോ എന്തോന്നും അറിയാൻ വയ്യ. അപ്പോൾ ഇനി നാളെ റാലി ഉണ്ടല്ലോ, നാളെയല്ലേ നബിദിനം. അപ്പോൾ റാലിയുണ്ട്. റാലിക്കുള്ള സമയമൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പഠിച്ചവനെ വെയിൽ കാണണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കറിയും കൂടെയൊക്കെ വെക്കണം കേട്ടോ. രസം കുറച്ചിരിപ്പുണ്ട്, അതും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചമ്മന്തി അരയ്ക്കണം, മീൻ വറുക്കാൻ വേണ്ടിയുണ്ട്. കറി എന്തായാലും ഇപ്പോൾ വെക്കുന്നില്ല. എന്തായാലും മീനും ഒന്ന് വറുത്ത് വെക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്.
അങ്ങനെ ഇടിയപ്പം ആദ്യത്തെ തട്ടിൽ ഞാൻ വെച്ചത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് തട്ടി രണ്ടാമതും കൂടെ ഒരു തട്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കറിയും കൂടെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പാത്തുക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പല്ല് തേപ്പിക്കാനൊക്കെയുള്ള കാര്യം ചെയ്യാണ്. പുറത്ത് മഴയല്ലേ, അതുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറക്കുന്നില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സ്ഥലം എവിടെയാണ്, പത്തനംതിട്ട ആണെന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ. അല്ല കേട്ടോ, ഇത് കൊല്ലമാണേ, കൊല്ലം ചടയമംഗലമാണ്. നമ്മുടെ ഈ ഒരു പ്രദേശമൊക്കെ കാണുന്നത് കൊണ്ട് വനപ്രദേശമൊക്കെ ആയതുകൊണ്ട് കൂടുതലും പത്തനംതിട്ട ആണോ എന്നാണ് ചോദിക്കാറ് കേട്ടോ. അപ്പോൾ പത്തനംതിട്ടയല്ല, കൊല്ലമാണ്. അപ്പോൾ ദേ പാത്തു എണീറ്റ് വന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ട്. അവൾക്ക് പിന്നെ കാപ്പിയൊക്കെ കൊടുത്ത് ഞാൻ നേരെ ഇതേ പള്ളിയിലോട്ട് കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മെസ്സേജ് ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ കേട്ടോ, ഒരു 8:15 ആയിട്ട് കുട്ടികളെ കൊണ്ടാക്കിയാൽ മതി എന്നൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും പാത്തുവിനെ ഞാൻ ദേ കൊണ്ടാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അരിയൊക്കെ അനിയത്തി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറും ഓണമല്ല, എന്തായാലും അച്ചാറിടാൻ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചെറുനാരങ്ങ. കുറച്ചൊക്കെ കേടായിരുന്നു കേട്ടോ. കേടെന്ന് പറഞ്ഞാൽ ചീഞ്ഞതായിരുന്നു. അതൊക്കെ നുള്ളിപ്പറക്കി കളഞ്ഞിട്ട് കുറച്ചെടുത്ത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ മസാല പുരട്ടി വെച്ച് ആ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അച്ചാറിന് അരിഞ്ഞ് വെക്കാം. ഇഞ്ചിയും ഉണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി വൈകുന്നേരം വന്നിട്ടാണ്, മദ്രസയിൽ നിന്ന് വന്നിട്ടാണ് ഞാനിനി ഇതെല്ലാം അച്ചാറിടാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ രാവിലെ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് എന്തായാലും പോക്ക് നടക്കത്തില്ല. അങ്ങനെ മീനും ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കലത്തേക്ക് അനിയത്തിയും വാപ്പായുള്ള വീട്ടിൽ ഞാൻ പള്ളിയിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അതേ നാരങ്ങയൊക്കെ ആവിയൊക്കെ കയറ്റിയെടുത്തിട്ടുണ്ട്. അവളുടെ അടുത്ത് ഞാനിത് അരിഞ്ഞ് വെക്കാൻ പറഞ്ഞു കേട്ടോ. ഞാൻ വന്നിട്ട് അച്ചാറിടക്കം നടക്കത്തുള്ളൂ. അപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാൻ പറഞ്ഞു. ഇതും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി അച്ചാറിന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി വെച്ച് തന്നാൽ മതി. ബാക്കി ഞാൻ വന്നിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതായത് ഇത് കുറേ നാരങ്ങ കേടായിരുന്നു കേട്ടോ. കുറേയൊക്കെ അങ്ങ് പന്നലായിരുന്നു, അതായത് അഴുകിയ നാരങ്ങയായിരുന്നു കേട്ടോ. അതൊക്കെ ഇതിൽ നിന്ന് എടുത്തതിൽ നിന്നും കൂടുതൽ നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു. വെറും പന്ന നാരങ്ങയായിരുന്നു. കെട്ട നാരങ്ങ, ഒരു ചതഞ്ഞ് ഉടഞ്ഞ് പന്ന നാരങ്ങ ഉണ്ടല്ലോ, ചീഞ്ഞ നാരങ്ങ, അതായിരുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് അങ്ങ് എടുത്തതാണ്. ഒട്ടും സമയമില്ലാത്തത് കൊണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി നമ്മൾ ഇന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കൊക്കെ അപ്ലോഡ് ആക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.